ഹലോ വ്യൂവേഴ്സ്, അപ്പം ഇഡലിക്കടൈ നമ്മുടെ ധനുഷ് തന്നെ നായകനായി ധനുഷ് തന്നെ ഡയറക്റ്റ് ചെയ്ത് ധനുഷ് തന്നെ സ്റ്റോറി ചെയ്തിട്ടുള്ള ഇഡലിക്കട റിലീസായിരിക്കുകയാണ്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പടത്തിലേക്ക് വരികയാണെങ്കിൽ പടം അത്രയ്ക്ക് പോരാ. പാസത്തിൻ്റെ ഒരു അതിപ്രസരം, പാസത്തിൻ്റെ ഒരു യൂണിവേഴ്സിൽ തന്നെ നമ്മുടെ ധനുഷ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇഡലിക്കടയിൽ. വലിയൊരു ഹൈ സെറ്റപ്പിൽ ഹൈ പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നായകൻ അച്ഛൻ്റെ അതിസമ്മർദ്ദമായ എന്താ പറയണ്ടേ ഇമോഷണൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇഡലിക്കട നടത്താൻ പോകുന്നതാണ് സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ധനുഷ് പുറത്ത് ഒരു രാജ്യത്ത് നല്ല വെൽ സെറ്റിൽഡായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ധനുഷിൻ്റെ അച്ഛനുണ്ട് രാജ് കിരൺ പിന്നെ ഒരു പഴയ ഒരു ഹോട്ടലുണ്ട്. ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അവിടെ അമ്മിക്കല്ലിൽ മാത്രം അരയ്ക്കുള്ളൂ കേട്ടോ, വേറെ ഒന്നിലും അരയ്ക്കില്ല. നാടൻ തനിമ, അതായത് നല്ല നാടൻ പൊടികളും നാടൻ എണ്ണകളും മാത്രം അങ്ങനെ മേക്ക് ചെയ്തിട്ട് ഇഡലി കൊടുക്കുന്ന ഒരു ഹോട്ടലുണ്ട്. 5-10 പേര് വരുന്നൊരു ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വെട്ടിക്കട ഹോട്ടലുണ്ട്. അതുപോലെ എല്ലാം നാടനാണ് കേട്ടോ. അവിടെ പുള്ളിക്ക് എല്ലാത്തിനോടും എതിർപ്പാണ്, മോഡേൺ സാധനങ്ങളോടൊക്കെ, മിക്സിയോട് എതിർപ്പ്, ഫ്രിഡ്ജിനോട് എതിർപ്പ്, അപ്പോൾ എല്ലാം അങ്ങനെ കൊടുക്കുന്ന ഒരു സെറ്റപ്പ്. അപ്പോൾ ആ സെറ്റപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആളായിട്ടാണ് ധനുഷിൻ്റെ അച്ഛൻ രാജകിരൺ വരുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ രാജകിരൺ മരിച്ചു പോവുകയാണ്. അതിന് മുന്നേ പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഈ കട, ഈ ലൊട്ടിലൊടുക്ക് കട ധനുഷ് ഏറ്റെടുക്കണം, ധനുഷ് ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ധനുഷ് അച്ഛനോടുള്ള പാസം മൂത്ത് നാട്ടിൽ വന്ന ശേഷം ഈ പറയുന്ന പോലെ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ കഥ നടക്കുന്നത്. ഗ്രാമത്തിൽ വന്നിട്ട് ഈ കട ഏറ്റെടുക്കുകയും അച്ഛൻ്റെ പാസം ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. ഈ കഥ കണ്ട് കഴിയുമ്പോൾ ആകാശദൂത് നമ്മൾ കാണുന്ന പോലെ കണ്ണീരുകൾ ഒഴുക്കി ഇരുന്ന് കാണുന്ന പാസമൊന്നുമല്ല. അവരെന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാര്യം, ഇതിനകത്ത് സിനിമോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പാട്ടുകളൊക്കെ അതിമനോഹരമാണ്. പക്ഷേ ഈ പറയുന്ന കഥ എന്ന് പറയുന്നത് തന്നെ പാസത്തിൻ്റെ അയ്യരുകളിയാണ്. പാസം ഇങ്ങനെ ഒഴുക്കി വെച്ചിരിക്കുകയാണ്. അതിന് എല്ലാ സിനിമയിലും ഒരു വില്ലൻ വേണമല്ലോ. അങ്ങനെ അരുൺ വിജയ് ആണ് വില്ലനായിട്ട് വരുന്നത്. അരുൺ വിജയ് ഒരു കോടീശ്വരൻ്റെ മോനാണ് കേട്ടോ. കോടീശ്വരൻ്റെ മോനായതുകൊണ്ട് തന്നെ അരുൺ വിജയ് ഒരു വില്ലനാക്കാമെന്ന് ഇതിൻ്റെ കഥ എഴുതിയ ആളും ഡയറക്ടറായ ധനുഷും ഒക്കെ അങ്ങ് തീരുമാനിച്ചു. കാശുള്ളവൻ എപ്പോഴും വില്ലനാണെന്നുള്ള ഒരു ധാരണ തമിഴ് സിനിമയിൽ എപ്പോഴും ഉണ്ട് കേട്ടോ. കാശുള്ളവൻ ലോകം മുടിക്കുമെന്നൊക്കെ ഉള്ള, കാശുള്ളവർ നല്ലവരായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണെന്നാണ് പൊതുവെ തമിഴ് സിനിമയിലും ഒക്കെ കാണുന്ന ഒരു ഫോർമാറ്റിൽ നമ്മൾ കണ്ടുവെക്കുന്നത്. അപ്പോൾ അങ്ങനെ അരുൺ വിജയ് വരുവാണ്. അരുൺ വിജയ് ധനുഷുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പിന്നെ വരുന്നത്. അപ്പോൾ അതാണ് അടുത്ത അതിൻ്റെ കഥയുടെ രണ്ടാം ഗതി എന്ന് പറയുന്നത്. പാസം മൂവിയൊക്കെ ഇഷ്ടമുള്ളവർക്ക്, പാസം മൂവി എന്ന് പറഞ്ഞാൽ വലിയ പാസമൊന്നുമില്ല, അത്യാവശ്യം ഒരു തവണ കാണാവുന്ന റേഞ്ചുള്ള മൂവിയാണ്. അത് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണാം.